ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കം ബാക്ക് അഗൈൻ. നമ്മൾ പ്രാർത്ഥനയുടെ ധ്യാനചിന്തകളിലാണ്. അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കണമെങ്കിൽ നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ ഇതിന് മുമ്പത്തെ 2 ഭാഗങ്ങളും കൂടി കേൾക്കണം. ഒറ്റ ടോക്കാണത്. അതിനെ നമ്മൾ സമയത്തിന് വേണ്ടിയിട്ട് 3 ഭാഗങ്ങളാക്കി എന്നേ ഉള്ളൂ. പ്രാർത്ഥനയിലെ കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞു. പിതാവ് ട്രഡീഷനായിട്ട് പ്രാർത്ഥനയെ 2 തരത്തിൽ കണ്ടു: വാചനികവും മാനസികവും, വെർബൽ ആൻഡ് മെൻ്റൽ. അതാണ് നമ്മുടെ ട്രഡീഷണൽ ഡിവിഷൻ. പിതാവും അതുപോലെയൊക്കെ തന്നെ കണ്ടിട്ടിരിക്കുന്നത്. ആ മാനസിക പ്രാർത്ഥനയിൽ ദാറ്റ് മെഡിറ്റേഷൻ എന്ന തലത്തിൽ പിതാവ് പുനരൈക്യത്തെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു റിലേഷണാലിറ്റിയെ കുറിച്ചൊക്കെ ഒത്തിരി സംസാരിക്കാൻ തുടങ്ങും. പിതാവിന് പ്രാർത്ഥന അതിൽ തന്നെ ഒന്നായിരുന്നില്ല, മറിച്ച് തൻ്റെ മനസ്സിലേക്ക് ദൈവത്തെയും മനുഷ്യരെയും പ്രകൃതിയെയും ഒക്കെ എടുത്തതിന് ശേഷം അതിലെ എല്ലാ നകാരാത്മകമായ നെഗറ്റീവായിട്ടുള്ള എല്ലാത്തിനെയും പുറത്ത് കളഞ്ഞ് അതിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് കാണുകയും അതിനെ പ്രശംസിക്കുകയും സ്തുതിക്കുകയും അതിനോർത്ത് കൃതജ്ഞത അർപ്പിക്കുകയും നന്ദി പറയുകയും അതിനുവേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്ന ഒരു ധ്യാന സ്റ്റൈലായിരുന്നു പിതാവിൻ്റെ. അതിന് എതിരായിട്ടുള്ള ആ ഒരു സിംഗിൾ ഔട്ടായിട്ട് ദൈവം മാത്രം, അല്ലെങ്കിൽ മനുഷ്യൻ മാത്രം, അല്ലെങ്കിൽ പ്രകൃതി മാത്രം, അങ്ങനെ അല്ലായിരുന്നു. മറിച്ച് ഒരു വലിയ സമുന്നയ ഭാവങ്ങൾ. കാരണം പുനരൈക്യം അദ്ദേഹത്തിൻ്റെ രക്തത്തിലുണ്ടായിരുന്ന പോലത്തെ ഒരു സ്ഥാനമായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയും പിതാവ് പുനരൈക്യപ്പെടുത്തുന്ന ഒരു വലിയ സ്ട്രെങ്തായിട്ട്, ശക്തിയായിട്ട് കണ്ടിരുന്നു. അപ്പോൾ ധ്യാനത്തെ പറ്റി ഞാൻ പറഞ്ഞു. പിതാവ് പുത്തൻകൂർ സമുദായത്തെക്കുറിച്ച് ധ്യാനിക്കാൻ തുടങ്ങാണ്, പോസിറ്റീവ്ലി ധ്യാനിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അതിൽ ഒത്തിരി താഴ്വരകളുണ്ട്, കുന്നും മലകളുണ്ട്, വളഞ്ഞ വഴികളുണ്ട്, പരുപരുത്തതുണ്ട്. പക്ഷെ കുരിശിൻ്റെ പുനരൈക്യത്തിൽ അതിനെ ഒക്കെ സുഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പിതാവ് വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഉദയംപൂരിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ, കൂനം കുരിശിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴോ, അതിന് ശേഷം വന്ന പല ഉപജാപങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴും പിതാവിൻ്റെ ഉള്ളിലെ ആ ഒരു വെറുപ്പ്, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി പതുക്കെ മാറാൻ തുടങ്ങി. പിതാവ് നകാരാത്മകമായി ധ്യാനിക്കാതെയായി. അപ്പോൾ പലപ്പോഴും പിതാവിനെ അവർ ചെയ്യുന്ന പല കാര്യങ്ങളോടും റെസൊനേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഫോർ എക്സാമ്പിൾ, അദ്ദേഹം ഈ ബിഷപ്പാവുമ്പോൾ അവരുടെ രീതിയിലുള്ള ചില തിരസ്കാരങ്ങൾ, ഇന്ന ആൾക്കാരെ ഞാൻ വെറുക്കുന്നു എന്നൊക്കെ പറയണം എന്ന് പറയുമ്പോൾ പിതാവ് പറയും, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അത് 4-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ ഒക്കെ ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും. എനിക്ക് അങ്ങനെ തോന്നണുണ്ടോ? ഞാൻ അങ്ങനെ ധ്യാനിക്കുന്നില്ല. ഞാൻ അന്ന് നടന്ന വ്യക്തിയെ പോലും കരുണയോടുകൂടെ കാണുന്നു. സോ ഹി സേസ്, നോ, ഐ ജസ്റ്റ് വോണ്ട് സേ ലൈക്ക് ദാറ്റ്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ധ്യാനാത്മകതയിലെ വെറുപ്പിൻ്റെ വചനങ്ങൾ പുറത്തു വരാൻ പറ്റില്ല. ഇറ്റ് വോണ്ട് കം. ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞ് വേദനിക്കുന്നതായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വേദനകളുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതൊക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ധ്യാനചിന്തകളായിട്ട് കൊടുക്കുമ്പോഴല്ലേ അവർ അതിൽ വളരുന്നത്. എന്നിട്ട് അടുത്ത തലമുറയ്ക്ക് ആ ധ്യാനചിന്തകളെ പകർന്നു കൊടുക്കുമ്പോഴല്ലേ അവരതിൽ ധ്യാനിച്ച് ആ 8ൻ്റെ പണി കൊടുക്കണം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ ഇതായിട്ട് നടക്കണേ. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഈ 3 തരത്തിലുള്ള പുനരൈക്യത്തെക്കുറിച്ചും റിലേറ്റഡ്നെസ്സിനെ കുറിച്ചും ഒക്കെ ചിന്തിച്ച് ധ്യാനിക്കണം. അപ്പോഴാ കുടുംബത്തിൽ പുനരൈക്യത്തിൻ്റെ പ്രാർത്ഥനകൾ വരുള്ളൂ. സോ നൗ ഐ വിൽ ടേക്ക് യു ടു പിതാവിൻ്റെ വേറൊരു പ്രാർത്ഥനയുടെ നുവാൻസിലേക്ക് നിങ്ങളെ കടത്തിക്കൊണ്ടാൻ ആഗ്രഹിക്കുന്നു. അതാണ് പുനരൈക്യപ്പെടുത്തുന്ന ഒരു ഇവാനിയൻ പ്രാർത്ഥനയുടെ ഒരു അമേസിങ് തിങ്. ഓക്കെ, അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചോദിക്കാം, ഈ ധ്യാനത്തിൽ നമ്മൾ മനനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പുകളെ മനസ്സിലേക്ക് എടുക്കും, ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. അതിൽ നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ ചേർക്കും. നമ്മളതൊരു ഡ്രാമ ഡയറക്റ്റ് ചെയ്യുന്ന പോലെയാണ് അത് സംഭവിക്കണേ. ഡ്രാമ ഡയറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഒരു സ്ക്രിപ്റ്റ്, അതിനൊന്നുമില്ല, അത് വെറുതെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അല്ലേ. പക്ഷെ നല്ലൊരു ഡയറക്ടർ
ആ സ്ക്രിപ്റ്റിനെ ഉള്ളിലേക്ക് എടുക്കും. എന്നിട്ട് ഈ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ജീവൻ കൊടുക്കുകയാണ്. അതിലെ വ്യക്തികൾ എങ്ങനെ സംസാരിക്കുന്നത്, അവരുടെ പിച്ച് എങ്ങനെയാണ്, അവരെവിടെ നിന്ന് എവിടേക്ക് നോക്കി നിൽക്കുന്നു, അതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു വരാൻ തുടങ്ങും. പിന്നീട് അതിൽ കളറുകൾ വരും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ വരും, അതിൻ്റെ മ്യൂസിക്കുകൾ വരും, അതിൻ്റെ ടെമ്പോ വരും. എന്നിട്ടല്ലേ അദ്ദേഹം അത് സ്റ്റേജ് ചെയ്യുന്നേ. അതുപോലെ ധ്യാനം, അതിൽ നമ്മൾ പല കാര്യങ്ങളും ചേർക്കും. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച്, ആ സമൂഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ പ്രകൃതിയുടെ ആ ഒരു ഭാവത്തെക്കുറിച്ച് നമ്മൾ അറിവിൽ നിറയും. അപ്പോൾ ഈ അറിവ്, നേരായ അറിവ്, അതിനെ സ്നേഹിക്കാനും അതിനോടുകൂടെ സഹവസിക്കാനും ഫലമുള്ളതാക്കാനും ഒക്കെ ആയിട്ട് നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനെ അവളെ അറിയാതെ സ്നേഹിക്കുകയോ, അവളെക്കുറിച്ച് അറിയുന്നതിലൂടെയല്ലേ നിങ്ങൾക്ക് അവളെ പ്രൈസ് ചെയ്യാനും അല്ലെങ്കിൽ അവളോട് നന്ദി പറയാനും അവളോട് കൃതജ്ഞതയുള്ളവനാകാനും ഒക്കെ കഴിയുള്ളൂ. അവളെക്കുറിച്ച് അറിയാതെ യു ഷുഡ് നോ ദി അതർ. അപ്പോൾ ആ അറിവിന് വേണ്ടി ഈ മനനം നമ്മളെ സഹായിക്കും. പക്ഷെ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ പിതാവ് അപ്പോൾ ഒരു തലം നമുക്ക് കാണാം, നമ്മൾ ധ്യാനിക്കില്ല, നമ്മൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കില്ല. പക്ഷെ ഈ മെഡിറ്റേഷനിൽ വേറൊരു നുവാൻസ് വരും. ഈ മാനസിക പ്രാർത്ഥനയിൽ ചിന്തിക്കാതെ വെറുതെ നോക്കും. യു ജസ്റ്റ് ലുക്ക്. എൻ്റെ ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, പ്രകൃതിയെ, അല്ലെ പള്ളിയിൽ പോകുമ്പോൾ ആ ദിവ്യകാരുണ്യത്തെ, ദൈവത്തെ ഒക്കെ നോക്കുക, ചിന്തിക്കില്ല. എന്ത് സംഭവിക്കുന്നു? അത് പിതാവിൻ്റെ ഒരു വെരി ഇൻട്രസ്റ്റിംഗ് പ്രെയർ ആയിരുന്നു. കാരണം അദ്ദേഹം ആ മലങ്കര സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും, ജസ്റ്റ് സോ ഇറ്റ്. സാധാരണ രീതിയിൽ നമ്മളൊരു മ്ലേച്ഛത കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുക? ചീ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കാലെടുത്തിട്ട് മാറിപ്പോലെ, ചാണം ചവിട്ടാൻ പോണ പോലെ. പക്ഷെ ആ മ്ലേച്ഛതയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാധനത്തിനെ കാണുമ്പോൾ നിങ്ങളിൽ എന്ത് സംഭവിക്കും? അത് പുനരൈക്യപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ്, എ പ്രെയർ ഓഫ് ലുക്ക്. അതൊരു മാനസിക പ്രാർത്ഥനയുടെ ലെവലിലാണ് നടക്കുന്നത്. സോ യു ഷുഡ് ലേൺ ടു ലുക്ക്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ ഇവാനിയൻ അത് എന്ത് രക്ഷാകര തിരുത്തലാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാമെന്ന്. സി how do I tell about that? Okay, let us take an example. ഇപ്പം നിങ്ങൾ വഴി കിടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന ഒരു പൂച്ച, അല്ലെങ്കിൽ പട്ടി, അല്ലെങ്കിൽ വീട്ടിൽ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കിടക്കണം, ഇങ്ങനെ നിങ്ങളെ കാണുന്നില്ല, അങ്ങനെ കിടക്കുക. അതിനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? നിങ്ങൾക്കിപ്പോൾ ആ പെറ്റിനോട് അത്ര സ്നേഹമൊന്നും തോന്നില്ലെങ്കിൽ ചിലപ്പോൾ അതിനോട് തട്ട് കൊടുക്കും, അല്ലെ അവിടെ വെറുതെ കിടക്കുന്ന കാണുമ്പോൾ ഒരു കല്ലെടുത്തറിയാൻ തുടങ്ങും. നമ്മൾ പ്രതികരിക്കുന്നതാണ്. അതല്ലാതെ അവിടെ ഒരു പാമ്പിനെ കണ്ടാലോ, അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് വടിയെടുത്തിട്ട് വന്നിട്ട് അതിനെ തല്ലിക്കൊല്ലാൻ പോകും. അതിനെന്തിനെ തല്ലിക്കൊല്ലാൻ പോണേ? അരെ, നിങ്ങൾ അതിനെ കണ്ടോ? നിങ്ങളതിനൊരു ശത്രുവായിട്ട് കണ്ടു അല്ലേ? പക്ഷെ ആ പാമ്പിനെ നടുവൊടിഞ്ഞ് അവിടെ കിടക്കണതാണെന്ന് നിങ്ങൾക്ക് എന്താ അറിയാഞ്ഞേ? ആ നടുവൊടിഞ്ഞ പാമ്പിനെ തല്ലിക്കൊന്ന് ഹീറോവാനാണോ പോണേ? ലുക്കറ്റിനാ ഒരു കയറ് കിടക്കണ കണ്ടാലോ അയ്യോ പാമ്പ് എന്ന് പറഞ്ഞിട്ട് പോരും. ഡിഡ് യു സീ ദാറ്റ്? ഇനി ചിലപ്പോൾ ഒരു പാറ്റേനെ കണ്ടു, പഴുതാരനെ കണ്ടു. ഇതിനൊക്കെ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണേ? അതെന്തിനാ അത്ര എക്സസീവായിട്ട് പ്രതികരണങ്ങൾ? ഒരു സാധനം കാണുമ്പോഴേക്കും ടേബിളിന്റെ മുകളിൽ കയറി അയ്യോ ദേ പാറ്റ. എന്തിനാ? ഡിഡ് യു സീ ദാറ്റ്? ആ സാധനം കണ്ടോ? അല്ലെങ്കിൽ ഇനി ഒരു കുഞ്ഞുകുട്ടി, ഒരു മാസത്തിന് വയസ്സോ ഒരു മാസം പ്രായമുള്ള ഒരു കുട്ടി അങ്ങനെ കിടക്കുക, അത് എങ്ങനെ കിടന്നുറങ്ങുക, നിങ്ങൾ അതിലേ പോയി അതിനെ കണ്ടു, നിങ്ങൾക്ക് എന്തു തോന്നും? ഇതാരാ ഈ റെസ്പോൺസിബിൾ മദർ? ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവള് കൊച്ചിനെ വിടിയിട്ടിട്ട് പോയിക്കണോ എന്നും പറഞ്ഞിട്ട് ഒച്ചെടുക്കോ? ആ കൊച്ചിനെ നിങ്ങൾ കണ്ടോ? ആ കൊച്ചിനെ കണ്ടാൽ നിങ്ങൾക്ക് എന്തു തോന്നണം? ആ പട്ടിയെ കണ്ടാൽ, ആ പൂച്ചേനെ കണ്ടാൽ നിങ്ങൾക്ക് എന്തു തോന്നണം? ചിന്തിക്കരുത്. പലപ്പോഴും ഞാൻ അങ്ങനെ പറയുമ്പോഴേക്കും അച്ഛാ ഞങ്ങൾക്ക് അങ്ങനെ തോന്നും. ഐ ഡിഡ്ന്റ് ആസ്ക് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു. നിങ്ങൾക്ക് വാട്ട് യു ഫീൽ, എന്താ നിങ്ങൾക്ക്, നിങ്ങളുടെ അനുഭൂതി എന്താ? നിങ്ങളൊരു നല്ല മനുഷ്യനാണെങ്കിൽ കരുണ തോന്നണം,
ഒരു തരം കൗതുകം തോന്നണം. ആ പട്ടിയോടും പൂച്ചോടും അവിടെ കിടക്കുന്ന ആ കുട്ടിയോടൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഒരു കരുണയുടെ ഒരു അലിവ് തോന്നണം. അത് നിങ്ങൾ ഇറ്റ് വിൽ പ്യൂരിഫൈ യു. അതാ പുനരൈക്യപ്പെടുത്തുന്ന നോട്ടം. അല്ലാതെ അപരനെ കാണുമ്പോൾ അയ്യോ പത്തേ എന്നും പറഞ്ഞിട്ട് ടേബിളിന്റെ മുകളിൽ കയറി നിൽക്കുന്ന നോട്ടമല്ല. അതാണ് നമ്മൾ മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്തപ്പോൾ യോ എന്നും പറഞ്ഞിട്ട് അതിൽ നിന്ന് മാറിപ്പോകാതെ അതിനെ നോക്കാൻ തുടങ്ങി. അപ്പൊ പിതാവിൻ്റെ ഉള്ളില് കരുണ കയറി വരാൻ തുടങ്ങി. ഹാവ് യു എവർ ലുക്ക്ഡ് ടു യുവർ വൈഫ്? ഞാൻ ചിലരോട് ചോദിക്കുക, അങ്ങനെ നീ നിന്റെ ഭാര്യയെ നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ നോക്കാണ്ടാണോ അച്ഛാ പിള്ളേരൊക്കെ ആയെന്ന് പറയും. നോക്കിയില്ലെങ്കിലും പിള്ളേരൊക്കെ അവിടെ നോക്കിയോ നീ? ഇന്ന് പോയിട്ട് നോക്കണം. അത് ഉറങ്ങിക്കിടക്കുമെങ്കിലും പോയി നോക്കണം. അപ്പൊ അവള് നിന്നെ നോക്കുന്നുണ്ടാവില്ല, അവള് കിടന്ന് ഉറങ്ങാണ്. നീ മുറിയിൽ കയറിയപ്പോ അവള് കിടന്ന് ഉറങ്ങണ്. ഒന്ന് നോക്കി നിന്നെ ഒരു 3 minutes 2 minutes എന്തു തോന്നുന്നു? അടുത്തിരിക്കുന്ന തലോണി എടുത്തിട്ട് അവളുടെ മൂക്കുമ്പോ അമർത്തി പിടിക്കാൻ തോന്നുന്നുണ്ടാ? ഇപ്പൊ അങ്ങോട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ടാ? then you have not seen her. നീ ഒരു ഐത്തോട്ടിലൂടെ നിന്റെ നെഗറ്റീവായിട്ടുള്ള ധ്യാനത്തിലൂടെയാണ് നീ അവളെ കാണണേ. അതുകൊണ്ട് ആ വെറുപ്പ് കയറി വന്നേ. അല്ലെങ്കിൽ നിസ്സഹായിയായി ആ കട്ടിൽ കിടന്നുറങ്ങുന്ന കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് നിന്റെ കൈ പിടിച്ച് ഇറങ്ങി വന്ന ഇപ്പൊ എല്ലും തോലും തൊലിയായിട്ട് അവിടെ കിടക്കുന്ന അതിനെ കാണുമ്പോൾ എൻ്റെ സുഹൃത്തെ, നിന്റെ ഉള്ളിൽ കരുണ വരണം. ആ കരുണ നിന്റെ ഉള്ളിൽ വരുന്നില്ലെങ്കിൽ നീ പുനരൈക്യപ്പെടില്ല. നീ അവൾക്ക് 8ന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും. അവൾ ഉറങ്ങുന്നതിൻ്റെ അടുത്ത് നീ എന്തെങ്കിലും പണി ചെയ്ത് അവളെ എഴുന്നേൽക്കുമ്പോൾ അതിൽ പെടാനായിട്ട് തോന്നും. അല്ലെങ്കിൽ തലോണ എടുത്ത് അവളുടെ മൂക്കിൻ്റെ അടുത്ത് വെച്ച് അമർത്തി അതിൻ്റെ പണി കഴിക്കും. യു ഫീൽ ടു ഡു സോ. കുഞ്ഞുമക്കളെ കാണുമ്പോൾ, ഭർത്താവിനെ കാണുമ്പോൾ, ഇടവക വികാരിയെ കാണുമ്പോൾ, അടുത്തുള്ള ഒരു അയൽവാസിയെ കാണുമ്പോൾ ഹൗ ഡു യു ഫീൽ? ദേഷ്യമല്ലേ? എരച്ചു കയറുന്ന ദേഷ്യം. You need to pray then. കാരണം അങ്ങനെയൊക്കെ നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അപ്പമാക്കാൻ തുടങ്ങി. അവിടെ അനുസരണയും വിശ്വസ്തതയും ഇല്ലാതെയായി. അവിടെ ഡീപ്പ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട്. അവിടെ ശുശ്രൂഷയുടെ ഭാവങ്ങൾ വറ്റി വരണ്ടിട്ടുണ്ട്. നമ്മൾ നോക്കാൻ പഠിക്കണം നമ്മൾ ഈ ലോകത്തെ. ഈ നോക്കാൻ പഠിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ടൗണുകളൊക്കെ ഈ മലിനങ്ങൾ അല്ലെങ്കിൽ ഒക്കെ നിറയണേ. നിങ്ങൾ എത്ര ക്ലീൻ മിഷൻ നടത്തിയിട്ടും പിന്നെ അതൊക്കെ അവിടെ വന്ന് കൂടിച്ചേരുന്നത് എന്താ? ദേ ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ഇറ്റ്. ഞാൻ എൻ്റെ കുടുംബം മാത്രമേ നോക്കുള്ളൂ. പക്ഷെ ആ വഴി ചീത്തയായി കിടക്കണമെന്ന് നോക്കിയാലല്ലേ അതിനോട് കരുണ തോന്നുള്ളൂ. പുഴേനെ അങ്ങനെ നോക്കണ്ടേ, കനാലിനെ അങ്ങനെ നോക്കണ്ടേ, നദികൾ അങ്ങനെ നോക്കണ്ടേ, മലകൾ അങ്ങനെ നോക്കണ്ടേ? അപ്പോഴല്ലേ അയ്യോ ഇത് എന്താ ഞാൻ ഈ കാട്ടിക്കൂട്ടിക്കണേന്ന് തോന്നുള്ളൂ. പക്ഷെ അതിനെയൊക്കെ ഞാൻ ഉപയോഗിക്കും. അതിനെയൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പോ ഞാൻ ശുശ്രൂഷയുടെ ഭാവങ്ങളില്ലല്ലോ, പുനരൈക്യമില്ലല്ലോ. അപ്പൊ പുനരൈക്യത്തിൻ്റെതായ ഒരു പ്രാർത്ഥനയാണ് ഈ നോക്കുന്നതിൻ്റെ പ്രാർത്ഥന. വി കോൾ ഇറ്റ് ട്രഡീഷണലി അഡോറേഷൻ എന്ന് പറയും. പള്ളിയിൽ പോയിട്ട് ദിവ്യകാരുണ്യനാഥനെ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതല്ല, ഈ ലോകത്തിലെ എല്ലാത്തിനെയും നോക്കാൻ പഠിക്കണം. മക്കളെ നോക്കാത്ത പാരൻസ് ആയിട്ട് നടക്കുക. ആ മക്കളുടെ കരച്ചിലുകൾ, അവരുടെ വേദനകൾ, അവൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ ദുഃഖങ്ങൾ, have you ever seen them? You only think about them. Look at them. How they sit. അവന്റെ മനസ്സിൽ വരുന്ന ഭാവങ്ങൾ, അവന്റെ മുഖത്തിൽ വന്ന ഭാവമാറ്റങ്ങൾ, have you ever observed it? Then how can you say you are a parent? ഞാൻ അച്ഛന്മാരോട് പറയും, അച്ഛന്മാരെ എങ്ങനെ പ്രസംഗിക്കണം എന്ന് പഠിപ്പിക്കുമ്പോൾ അവരോട് പറയും, ഈ ആലുലിയ ചെല്ലുന്ന നേരത്ത് ഈ വചനവേദി അവിടെ മാറ്റിയിട്ടതിന് ശേഷം ആ ജനങ്ങളെ അഭിമുഖീകരിച്ച് നിങ്ങൾ നിൽക്കില്ലേ? അപ്പൊ നീ നോക്ക്, ആൾക്കാരെ ഒന്ന് നോക്ക്, നിന്റെ ഇടവകയിൽ വന്നിരിക്കുന്ന ജനത്തിനെ ഒന്ന് നോക്ക്. നിനക്ക് എന്താ തോന്നണേ? You know what is that priest usually tell me? ഓച്ചമരെ കാണുമ്പോൾ ചവിട്ടി കൂട്ടാനാ തോന്നണേന്ന് പറയും. അങ്ങനെ ഒരു ജനത്തിനെ നോക്കുമ്പോൾ ചവിട്ടി കൂട്ടാൻ തോന്നണ അച്ഛന് വായ തുറന്നു കഴിഞ്ഞാൽ ശാപവാക്കുകളും ബഹളങ്ങളും അവരെ ഇട്ടിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടണ സൺഡേയില്. അവൻ ആ മനുഷ്യരെ കാണുന്നില്ല. കയ്യിലെ കാശും കൊടുത്ത് ഓട്ടോറിക്ഷയിലും കയറി മഴയും കൊണ്ട് ആഴ്ച അപ്പുറം ആഴ്ച വന്നിരിക്കുന്നവരെ എന്തിനാണെന്ന് അവൻ കാണുന്നില്ല. അതല്ലെങ്കിൽ ഒരു അമ്മയുടെ വ്യാകുലം പോലെ ആ അച്ഛന്റെ അടിവയറ്റിൽ നിന്ന് പൊട്ടി വരണം കരുണ. അതിന് അവൻ ആ പാരിഷണറെ നോക്കണ്ടേ? അവിടെ ഇരിക്കുന്ന കുഞ്ഞുമക്കളെ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന യുവജനങ്ങളെ, അല്ലെങ്കിൽ ചാവാറായിട്ടിരിക്കുന്ന അറ്റത്തിരിക്കുന്ന അപ്പാപ്പനെ,
അവന്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത്തെ കരുണയോടുകൂടെ നോക്കാൻ കഴിയില്ല. നെഗറ്റീവ് ചിന്ത മാത്രം. പാരിഷ് കൗൺസിൽ അവൻ എനിക്ക് പാറ വെച്ചില്ലേ, ഇവരെനിക്ക് അങ്ങനെ പറഞ്ഞില്ലേ, വേറെ പാരിഷിലായിരുന്നു ഞാൻ ഇരിക്കേണ്ടത്, അതിന് അവരെന്ത് തെറ്റ് ചെയ്തു? അവരെന്ത് തെറ്റ് ചെയ്തു? ആൻഡ് ഐ നോ യു ആർ നോട്ട് പ്രേയിങ്. നിന്റെ സൺഡേ സെർമണുകളില് ജനങ്ങളോട് കരുണയോടുകൂടിയുള്ള വചനങ്ങളോ ആ പ്രാർത്ഥനകളോ ഒന്നും നിന്നിൽ നിന്ന് പൊന്തി വരുന്നില്ലെങ്കിൽ, മൈ ഡിയർ പ്രീസ്റ്റ്, ഐ ബിലീവ് യു ആർ നോട്ട് പ്രേയിങ്. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ ആ സൺഡേയിൽ വന്നിരിക്കുന്ന വ്യക്തികളോട് നിന്റെ ഉള്ളിൽ കരുണ പൊന്തി വരണം. ആ കരുണയിൽ നീ ആ ജനത്തിനോട് സംസാരിക്കുമ്പോൾ അത് അവരിലേക്ക് ദൈവത്തിന്റെ കൃപ ഒഴുക്കുന്ന വലിയ ചാനലുകളാകും. ആ അച്ഛൻ, അവരുടെ അച്ഛനെ, ആ കരുണയോടുകൂടി സംസാരിക്കുന്ന അച്ഛനെ, അവർ മരിച്ചാലും വിളക്കുകൾ വെച്ചിട്ട് അങ്ങനെ ഒരു അച്ഛൻ ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന ഒരു അച്ഛൻ. ആ അച്ഛൻ ഞങ്ങളെ നല്ലോണം നോക്കുമായിരുന്നു. അങ്ങനെയല്ല അവർ പറയാ, അങ്ങനെ അപ്പച്ചൻ ഞങ്ങളെ നല്ലോണം നോക്കുമായിരുന്നു. എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ ഭാര്യ പറയണത് എൻ്റെ കെട്ടിയോൻ നല്ലോണം കുടുംബം നോക്കുമായിരുന്നു. എന്താ അതിൻ്റെ ലാംഗ്വേജ്? ആ നോക്കുമായിരുന്നു. അത് ഇല്ല, അവരിൽ കരുണ വന്നിരുന്നു എന്നാണ് പറയണേ. അങ്ങനെ നോക്കുന്ന ഒരു വലിയ പിതാവായത് ഒരു സഭയെ. അത് നോക്കും തോറും ശുദ്ധി കയറാൻ തുടങ്ങും. കാരണം നോക്കുന്നതിൽ അവരൊന്നും പറയുന്നില്ല, നമ്മളാ ശുദ്ധീകരിക്കപ്പെടുന്നേ. ധ്യാനത്തിൽ നമ്മൾ അവരെ അശുദ്ധീകരിക്കണേ, നെഗറ്റീവുകളെ മാറ്റി അവരെ കുറിച്ചുള്ള അറിവിൽ വളരും. നോക്കുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ നമ്മുടെ നോട്ടത്തിൽ അവൻ അപ്പാകില്ല. അവരൊക്കെ എനിക്ക് ഉപയോഗിക്കാനുള്ള വസ്തുക്കളാകില്ല. അവരോട് ഞാൻ അനുസരണയും വിശ്വസ്തതയും തുടങ്ങും. ആ നോക്കലാണ്, നല്ലോണം നോക്കും എന്ന് പറയുന്നതിലാണ് ശുശ്രൂഷിക്കുന്നതിൻ്റെ നേതൃത്വം പൊന്തി വരുന്നേ. അപ്പം എൻ്റെ അപ്പച്ചൻ ഞങ്ങളെയൊക്കെ നല്ലോണം നോക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അപ്പച്ചൻ ഞങ്ങളോട് വിശ്വസ്തത വയ്ക്കാറുണ്ട്, അപ്പച്ചൻ ഞങ്ങളെ ശുശ്രൂഷിക്കാറുണ്ട്. ഇറ്റ് ജസ്റ്റ് സെർവ്സ് us. അതാ അതിൻ്റെ അർത്ഥം. അതിന് കരുണ വേണം, അല്ലെങ്കിൽ നോക്കുന്നവരല്ലാതെ ആയിട്ട് മാറും നമ്മൾ. ദാറ്റ്സ് എ വെരി ഡേഞ്ചറസ് തിങ് ക്യാൻ ഹാപ്പൻ. ഈ നോട്ടത്തിൻ്റെ തലങ്ങളിലേക്ക് നിങ്ങൾ പതുക്കെ പതുക്കെ വളരണം. എന്നിട്ട് വന്ന് പള്ളിയിൽ ഇരുന്നിട്ട് ത്രോണോസിൽ വെച്ചിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ നോക്കണം. ഒന്നും പറയണ്ട, നിങ്ങൾ അവിടെ ഒരു മെഴുകുതിരി പോലെ ഉരുകിപ്പോകും. ആ സ്നേഹത്തിൽ, ആ നോട്ടത്തിൽ നിങ്ങൾ കൃപ നിറയുന്നവരായിട്ട് മാറും. വി ഹാവ് മിസ്ഡ് ദാറ്റ് ലുക്കിംഗ് നാ, റിയലി മിസ്ഡ്. ഞാൻ പിതാവിനെ അറിഞ്ഞതിന് ശേഷം ഐ യൂസ് ടു ബിഗിൻ ടു ലുക്ക് അറ്റ് മൈ പാരിഷണേഴ്സ്. എൻ്റെ പള്ളി, എൻ്റെ മിഷൻ. വില്ലേജിൻ്റെ ഒരു അറ്റത്ത് നിന്നിട്ട് ഞാൻ ഒറീസയിലെ ഗ്രാമങ്ങളെങ്ങനെ നോക്കും. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സിമ്പിൾ വില്ലേജുകൾ. യു വിൽ തിങ്കിനാ, ഇവനൊക്കെ പണിയെടുത്തൂടെ, ഇവനൊക്കെ വെറുതെ എന്തിനാ വീടിൻ്റെ മുറ്റത്തിങ്ങനെ ഇരിക്കണേ, എത്ര സ്ഥലം ഇവിടെയൊക്കെ, ഇവനൊക്കെ കയറിയിട്ട് ആ പറമ്പിൽ കളച്ചൂടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഞാൻ അവരെ കരുണയോടുകൂടെ നോക്കാൻ തുടങ്ങി. ഞാൻ കരുണയോടുകൂടെ അവരെ നോക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ വില്ലേജിനെ നോക്കാൻ തുടങ്ങി. പിന്നീട് ഞാൻ ആ ഇടവകയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ആ ജനങ്ങൾ പറയും, ആ അച്ഛൻ ഞങ്ങളെ നല്ലോണം നോക്കുമായിരുന്നു കേട്ടോ. അതിനു മുമ്പ് ഞാൻ അങ്ങനെ നോക്കാറില്ലായിരുന്നു. ഒരു കാര്യം കൂടിയും പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മക്കളെ, നിങ്ങൾ അങ്ങനെ നോക്കുമ്പോണ്ടല്ലോ, ആ നോട്ടത്തിൽ ഈ ലോകത്തിൻ്റെ എല്ലാതും വരണേ, അപ്പോഴേ പുനരൈക്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുള്ളൂ. അപ്പം വീടിൻ്റെ മൂലയിലുള്ള ഒരു ഉറുമ്പ്, അതിനെ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ എന്തെന്ന് പറയുക, ഹിറ്റും കൊണ്ടല്ല നടക്കണേ, നിങ്ങളെ കൊല്ലാൻ പറഞ്ഞ വലിയ ശത്രുവായിട്ട്. നിങ്ങളെന്താ കുടുംബം എന്ന് പറയണേ? കുടുംബം നീയും നിൻ്റെ പെണ്ണും അല്ലെങ്കിൽ 2 കുട്ടികളും മാത്രമല്ലല്ലോ. ആ ചുമരിമരിക്കണ പല്ലിയും നിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമല്ലേ. ഇടയ്ക്കൊക്കെ ഒരു കോണിൽ വരുന്ന ചിലന്തിയും നിൻ്റെ പാൽ എന്ന് കരുതി വീട് അടച്ചും പൊടിക്കരുന്നല്ല ഞാൻ പറയണേ. പക്ഷേ ആ ഉറുമ്പും ആ എലിയും അല്ലെങ്കിൽ ആ പൂച്ചയും പട്ടിയും വീടിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടുകളും അതൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമാണ്.
അതിനെയൊക്കെ നോക്കാൻ പഠിക്കണം. അപ്പോഴാണ് നമ്മൾ ഈ ലോകത്തിനെ നോക്കാൻ പഠിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പഠിക്കുകയുള്ളൂ. പിതാവ് പുത്തുംകൂറിനെ നോക്കും തോറും പിതാവ് കരുണയാൽ നിറയാൻ തുടങ്ങി. തൻ്റെ സമുദായ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അവരെ സ്നേഹിക്കാൻ ആഗ്രഹിച്ചു. എന്നിട്ട് മരണം വരെ ആ പിതാവ് നിങ്ങളെ നോക്കി. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയല്ലായിരുന്നു, നിങ്ങളെ നോക്കും തോറും കരുണയായി മാറിയ ഒരു വലിയ പിതാവ്. അതാണ് ഇവാനിയൻ പ്രാർത്ഥന. നോക്കാൻ പഠിക്കുന്നവർ ഈ ലോകത്തെ ചുറ്റിനുമുള്ളതിനൊക്കെ ആ നോക്കും തോറും കരുണയാൽ നിറയുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറുന്നതാണ് ഇവാനിയൻ വഴിയുടെ അന്തസത്ത. ഇപ്പം നിങ്ങൾ ചോദിക്കാം, പ്രാർത്ഥന എല്ലാവരും ചെയ്യേണ്ടതല്ലേ? ഈ യേശു പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? പരിശുദ്ധ ഋത്വത്തിൽ പ്രാർത്ഥന യേശുവിൽ ഒത്തിരി നിറഞ്ഞു നിന്നിരുന്നു, പരിശുദ്ധാത്മാവിൽ ഒത്തിരി നിറഞ്ഞു നിന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവം പ്രാർത്ഥിക്കുമോ? നമ്മളെല്ലാവരും സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കണേ. അപ്പം ഈ പിതാവായ ദൈവം പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കണമല്ലോ. അവർ രണ്ടാളും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പിതാവും പ്രാർത്ഥിക്കണ്ടേ? എന്താണ് പിതാവിൻ്റെ പ്രാർത്ഥന? പിതാവ് ഇങ്ങനെ വെറുതെ നോക്കും, നിന്നെയും എന്നെയും ഈ ലോകത്തെയും. ജസ്റ്റ് ലുക്സ്. അദ്ദേഹം നോക്കും തോറും കരുണയാൽ അങ്ങനെ നിറഞ്ഞ് കവിയും. അതാണ് അതിനെ കരുണയുടെ പിതാവ് എന്ന് വിളിക്കണേ. ഫാദർ ഓഫ് കമ്പാഷൻ എന്ന് പറയണേ. അതങ്ങനെ നോക്കും തോറും ആ റഹീം ആ പിതാവിൻ്റെ വയറ്റിലെ റഹീം, എൻ്റെ അന്ധകരണം അല്ലെങ്കിൽ എൻ്റെ ഹൃദയം എന്നൊക്കെ പറയും. ഇറ്റ് പെയിൻസ് മീ എഫ്രൈം, ഹൗ ക്യാൻ ഐ ലീവ് യു എന്നും പറഞ്ഞിട്ട് നോക്കും തോറും കരുണയാൽ നിറയുന്ന ദൈവം ആ കരുണയിൽ തൻ്റെ പുത്രനെ കൊടുക്കുന്നത്. അതാ കമ്പാഷനേറ്റ് ഫാദർ. എങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് ഈ നോട്ടത്തിൻ്റെ കാര്യം. പിതാവ് ഇസ്രായേലിനോട് പറയുന്നതാണ്, ഒരു അണ്ണുവിന് ഞാൻ എൻ്റെ കണ്ണുകൾ നിന്നിൽ നിന്ന് എടുത്തിരുന്നു. ആ നോട്ടം നിന്നു പോയിരുന്നു. അത് ഇസ്രായേലിന് ഡിസാസ്ട്രസ് ആയി. അത് ഇസ്രായേലിൽ പ്രവാസങ്ങൾ സൃഷ്ടിച്ചു, ഇസ്രായേലിനെ നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, ഒരു സെക്കൻഡിന് ഞാൻ എൻ്റെ കണ്ണുകൾ അവളിൽ നിന്ന് എടുത്തിരുന്നു, ഇനി ഒരിക്കലും എൻ്റെ കണ്ണുകൾ ഞാൻ അവരിൽ നിന്ന് എടുക്കുകയില്ല. മീൻസ് അവരോട് കരുണ കാണിക്കുന്നത് ഞാൻ കുറയ്ക്കുകയില്ല. ഇന്ന് നമ്മൾ പരസ്പരം തല്ലുകൂടുമ്പോൾ, പലപ്പോഴും പുനരൈക്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയാതെ നമ്മൾ ഗ്രൂപ്പുകളായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ നോക്കാൻ മറന്നില്ലേ? അപ്പുറത്തുള്ളവനെ നോക്കാൻ മറന്നില്ലേ? അവനെ നോക്കാതെ അവനെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നീട് നമ്മൾ തലമുറകളുടെ ആ വലിയ കാര്യങ്ങൾ അതിലേക്ക് ചേർക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കരുണയില്ലാത്തവരായില്ലേ? യു ഷുഡ് ഗെറ്റ് ബാക്ക് ദാറ്റ് പവർ ടു ലുക്ക്. അത് അവനെ കണ്ണിലൂടെ വലിച്ച് അപ്പമാക്കുന്നതിലല്ല, അവനെ നോക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും ഉരുകി ഒലിച്ചു പോയി, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വേദനകളും മാറി നമ്മളും കരുണയുടെ ഒരു വലിയ തടാകങ്ങളായിട്ട് മാറും. എൻ്റെ അച്ഛന്മാരെ, സന്യസ്തരെ, നമുക്കൊക്കെ അങ്ങനെ നോക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ സഭയെ അങ്ങനെ നമ്മൾ നോക്കാൻ പഠിക്കണം. ആ വലിയ ജനക്കൂട്ടങ്ങളെ നോക്കി നമ്മുടെ ഉള്ളിൽ നിന്ന് കരുണ വരുന്നില്ലെങ്കിൽ നമ്മളെങ്ങനെ പുനരൈക്യത്തിൻ്റെ പ്രണോദാതാക്കളാവും? എൻ്റെ വിശ്വാസികളെ, നമുക്ക് പരസ്പരം നോക്കാം. അവിടെ മ്ലേച്ഛതകൾ ഊറിക്കിടക്കുന്നുണ്ട്, ഞാൻ പറയുന്നില്ല അങ്ങനെയൊന്നുമില്ല എന്ന്. അതിൻ്റെ അടിത്തട്ടുകൾ വരെ പോയി നോക്കാം. പക്ഷെ അത് വിധിക്കാനല്ല, നശിപ്പിക്കാനുമല്ല, മറിച്ച് അതിനെയൊക്കെ ശുദ്ധീകരിക്കാൻ, അതിനെയൊക്കെ കരുണയാൽ നിറഞ്ഞ് നമ്മളുടെ നോട്ടങ്ങളിൽ പുനരൈക്യത്തിൻ്റെയും ഒരുമിപ്പിൻ്റെയും കൂട്ടായ്മയുടെയൊക്കെ വലിയ സുവിശേഷങ്ങളെ പറയാൻ നമ്മുടെ കുടുംബങ്ങളെ കൃപയാൽ ദൈവം നിറയ്ക്കട്ടെ. അങ്ങനെ നോക്കുന്ന കുടുംബങ്ങളെയാണ് നമ്മൾ കൃപ നിറയുന്ന കുടുംബങ്ങളെന്ന് പറയുക, സുവിശേഷ സംഘങ്ങളെന്നൊക്കെ പറയുക. അത് നിങ്ങളെയും എന്നെയും നമ്മുടെ ഇടവകളെയും എല്ലാവരെയും അത് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നോക്കാനായിട്ടുള്ള വലിയ ശക്തി ദൈവം നമുക്ക് നൽകട്ടെ. ആ വലിയ പിതാവ് മുകളിൽ നിന്ന് ഇപ്പോഴും താഴേക്ക് നോക്കി കരുണയാൽ നിറഞ്ഞ് കണ്ണിൻ്റെ കോണിലൊരു നനോടുകൂടെ
നമ്മളുടെ മുകളിൽ കരുണ വർഷിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുനരൈക്യത്തിൻ്റെ വലിയ അലകൾ നമ്മളിലേക്ക് കടന്നു വരട്ടെ, നമ്മളെല്ലാവരെയും പ്രാർത്ഥനാഭരിതരാക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ആമേൻ.